ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിനിയും പുതിയ പുതിയ വീഡിയോസ് ഇടാൻ ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ കമൻസൊക്കെ വായിക്കുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും ഒരു ചെറിയ കമൻസൊക്കെ ഇടുക കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് നല്ല കമൻസ് ഇടണം കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം, ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, അടുക്കള വിശേഷങ്ങൾ, നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, യാത്രകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമുള്ളവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അടുക്കള വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ തന്നെ ചോറൊക്കെ വെച്ചു കേട്ടോ. ചോറിനുള്ള വെള്ളം വെച്ച് അരിയിട്ടു. പിന്നെ അതിന് ശേഷം പിന്നെ മോൾക്ക് ലീവായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കുറച്ച് മെല്ലെയാണ് കേട്ടോ. പിന്നെ രാവിലെ ഒന്ന് നേരത്തെ കുളിയും കഴിഞ്ഞിട്ട് ഒന്ന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ അടിച്ചു വാരി വരുമ്പോഴേക്കും ഭയങ്കര ചൂടായി, വയർത്തു. അപ്പം ഞാൻ പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നേരത്തെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ തൊടിയിൽ പേരമരത്തിലും പേരയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. ചെനച്ചപ്പോൾ തന്നെ ഞാൻ അതിനെ വലിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരുപാട് പഴുത്താലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു മീഡിയം പഴുപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വെള്ള കളറിലിരിക്കും, പക്ഷേ നല്ല മധുരമുണ്ട്. അങ്ങനത്തെ ഒരു ലെവലാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. അത് മോള് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ അവൾക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നു. ഷോപ്പിൽ ഞാൻ രാവിലെ തന്നെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവിടെയും തുറന്ന് വെച്ച് സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ കുറച്ച് എടുത്ത് വെച്ചു. രാവിലെ ഞാൻ ഉള്ളിലൊന്നും അഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഒത്തിരി മാറാലൊക്കെ പിടിച്ചിരിക്കുന്നു അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ഞാൻ ചൂലുകൊണ്ട് തന്നെ അവിടെ എല്ലാവിടെയും ഒന്ന് തട്ടി വിട്ടിട്ട്, കുളി കഴിഞ്ഞു വന്നാലും ശരി പറഞ്ഞിട്ട് അങ്ങനെ തട്ടി വിട്ടിട്ട് ഇവിടെ ഒന്നും കൂടി അടിച്ചു വിടാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ മുറ്റം മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഷോപ്പിൻ്റെ ഉള്ളിലൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനിതപ്പോൾ വന്നപ്പോൾ പിന്നെ അതാ ശരി എന്നാൽ പിന്നെ അടിച്ചിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് പൊടികളും പിന്നെ പേപ്പർ കഷ്ണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസമായി ഉള്ളിൽ അടിച്ചിട്ട്. അപ്പം ഇന്ന് ഇനിയിപ്പോൾ വിട്ടാൽ പിന്നെ അടിക്കാൻ കൂടില്ല പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ അടിക്കുകയാണ്. ഭയങ്കര ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചൂടിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുക വേദന. നല്ല ചൂടാണ്. പാലക്കാട് പൊതുവെ ചൂടാണ്. ഇത് നമ്മൾ പുതുനാരത്താണ് കേട്ടോ. പുതുനാരാണ് സ്ഥലം. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. റോഡ് സൈഡൊക്കെ തീ പോലെയാണ്. നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കസ്റ്റമറൊക്കെ വന്നാൽ നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച് സാധനം എടുത്ത് കൊടുക്കുമ്പോഴേക്കും മതി എന്നാവും കേട്ടോ. അത്ര ചൂടാണ്. ഉള്ളിലാണെങ്കിലും ഷീറ്റ് ആയതുകൊണ്ടേ, അവിടെയൊക്കെ ഷീറ്റല്ലേ, അതുകൊണ്ട് ചൂട് പൊതുവെ കൂടുതലാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞാനെന്താ എല്ലാവിടെയും ഒന്ന് അടിച്ചു വൃത്തിയാക്കി. അതാ സാധനങ്ങളൊക്കെ ഒന്ന് തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ തുടച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ ഇവിടെ നിന്ന് തുടച്ചാൽ എന്താണെന്നറിയോ, ചൂടായതുകൊണ്ട് ഭയങ്കര ഈ പൊടി വന്നിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആവുക. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ സാധനങ്ങളൊക്കെ തുടച്ച് വെക്കണത്. എന്നാലും കുറച്ച് പൊടികൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നാലും ജസ്റ്റ് ഒന്ന് തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിൽ കാണുന്നത് മാത്രം ഒന്ന് തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ വൈകുന്നേരം ചെയ്യാൻ വിചാരിച്ചു. വൈകുന്നേരം ആകുമ്പോൾ ചെറിയ കാറ്റൊക്കെ ഉണ്ടാവും. പിന്നെ വെയിലൊക്കെ താന്ന് സമാധാനത്തിൽ ഒരു 6-6:30ക്ക് ശേഷം ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഫ്രീ ആയിരിക്കും. പിന്നെ അങ്ങനെ കടയടച്ചിട്ട് പോയി കുളിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്തായാലും ഫ്രണ്ടിൽ വെക്കണ സാധനങ്ങൾ മാത്രം ഒന്ന് കൈയോടെ തുടച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഡെയിലി തുടയ്ക്കാം. ശരിക്കും പറഞ്ഞാൽ ഡെയിലി തുടയ്ക്കണം കേട്ടോ. ഇപ്പോൾ ഒന്നും നമുക്ക് ഡെയിലി ഒന്നും തുടയ്ക്കാൻ പറ്റില്ല. കാരണം വിയർത്ത് കുളിച്ച് മതി എന്നാവും കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചൂട് കാലത്ത് നമുക്ക് കൂടുതലും ഒരു 11 മണിക്ക് ശേഷമില്ല ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. അത്ര ചൂടാണ് കേട്ടോ. അപ്പോൾ കുക്കിങ്ങൊക്കെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ചെയ്ത് വയ്ക്കുക നല്ലത്. അപ്പം ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത്തിരി മടി പിടിച്ചു കേട്ടോ. കറിയൊക്കെ വയ്ക്കാൻ ഇത്തിരി ലേറ്റ് ആവുന്നുണ്ട്. അടുക്കള പിന്നെ ഷീറ്റും അല്ലേ, ഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. മുമ്പൊക്കെ ആണെങ്കിൽ അമ്മയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ചോറും കൂട്ടാനും എല്ലാം ആയിട്ടുണ്ടാവും കേട്ടോ. 9 മണിയാകുമ്പോഴേക്കും എല്ലാ കുക്കിംഗ് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വൈകുന്നേരം വരെ ഞാൻ പിന്നെ ഷോപ്പിലായിരിക്കും കേട്ടോ.
ഇപ്പം പിന്നെ ഞാൻ കുറച്ച് മെല്ലെയാണ് കേട്ടോ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. ചോറ് മാത്രം നേരത്തെ വെച്ച് വയ്ക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുക്കിംഗ് നമുക്ക് പിന്നെ വീഡിയോ ഒക്കെ എടുക്കണത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആക്കുകയാണ് കേട്ടോ. പക്ഷേ ലേറ്റ് ആക്കിയാൽ എന്താണെന്നറിയോ കുഴപ്പം, എനിക്ക് തന്നെ ബുദ്ധിമുട്ട്. ഷീറ്റ് ഭയങ്കര ചൂടല്ലേ, അവിടെ നിന്ന് ഞാൻ തന്നെ വേർത്തൊഴുകി കറി വയ്ക്കണം. അങ്ങനെയാണ്. അങ്ങനെ ഇതാ നമ്മൾ ക്ലീനിങ് ഒക്കെ ഏകദേശമൊക്കെ അവിടെയൊക്കെ പ്ലാസ്റ്റിക് ചട്ടികളൊക്കെ തുടച്ച് വൃത്തിയാക്കി. അതിന് ശേഷം ഇത് നമ്മളെ ബെല്ലുകളൊക്കെ കണ്ടില്ല, അതൊക്കെ പൊടി പിടിച്ചിരിക്കണം കേട്ടോ. ഈ റോഡ് സൈഡല്ലേ അവിടെ നിന്ന് കാറ്റും വണ്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിൻ്റെ കാറ്റും പൊടിയും പുകയും എല്ലാം കൂടി ഭയങ്കര പൊടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ സാധനങ്ങളൊക്കെ. ഇതൊക്കെ സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. സോപ്പ് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് തൂക്കിയിടണം കേട്ടോ, എന്നാലേ ഫുള്ളായിട്ട് പൊടി പോവുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ, മോളും കൂടി വേണം, അപ്പോഴേ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. രണ്ടുപേരുണ്ടെങ്കിൽ വേഗം കഴിയുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാനെല്ലാം ജസ്റ്റ് ഒന്ന് തുടച്ച് പൊടി തട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കണം. എനിക്കാണെങ്കിൽ പൊടി തട്ടി അപ്പോൾ എന്താ പറയുക, തുമ്മലും പിന്നെ ജലദോഷം പിടിക്കും മെയിനായിട്ട് കേട്ടോ. പൊടി അകത്ത് കയറി അപ്പം തന്നെ ജലദോഷം പിടിക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പേടിച്ച് ഞാൻ തുടയ്ക്കണത്. ഞാൻ മാസ്ക് ഇടുക ചെയ്യുക കേട്ടോ. മാസ്ക് എപ്പോഴായിട്ടും പറയും ക്ലീനിങ് ചെയ്യുമ്പോൾ മാസ്ക് ഇട്ടിട്ട് ചെയ്യുക പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ആ സമയത്ത് പിന്നെ അത് പോയി എടുത്തിട്ട് വരണ്ടേ എന്നൊക്കെ മെനക്കിട്ട് പിന്നെ ഞാൻ അങ്ങനെ അതോടുകൂടി അങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞു. ഷോപ്പിലത്തെ ക്ലീനിങ് ഏകദേശമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അടുക്കളയ്ക്ക് വന്നു. ഇന്നാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ കറി വെക്കുന്നത് കടലയാണ് കേട്ടോ. കടലച്ചാറാണ്. കടല ഞാൻ ഇന്നലെ വെള്ളത്തിലിടേണ്ടതായിരുന്നു, പക്ഷെ ഇന്നലെ ഇട്ടില്ല. അപ്പോൾ രാവിലെ എണിച്ചിട്ട് അപ്പോഴാണ് ഓർത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് കടലക്കറി വെക്കാം, എന്ത് കറി വെക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ശരി കടല വാങ്ങിച്ചിട്ട് കുറേ ദിവസമായിട്ട്. അപ്പോൾ അതാണെങ്കിൽ ഉപ്പേരിയും വെച്ചിട്ടില്ല, അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനത് രാവിലെ എണിച്ചതും പിന്നെ അതിനെ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. കടലയാണെങ്കിൽ കുറച്ച് സമയം വേണമല്ലോ വെള്ളത്തിലിട്ട് വെച്ച് ഊറാനായിട്ട്. അപ്പോൾ രാവിലെ ഇട്ട് വെച്ചു. ഇപ്പോൾ സമയം ഒരു 10-11 മണി ആയിട്ടുണ്ടാവും. പിന്നെ ഞാനത് കുക്കറിൽ ഒരു 5 വിസിൽ വന്നിട്ട് അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് പാലക്കാടൻ സ്റ്റൈലൊരു കടലക്കറിയാണ് കേട്ടോ. കടല ഇതുപോലെ ചോറിന് വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ, ഏട്ടൻ്റെ അവിടെ വന്നിട്ടാണ് കാണുന്നത്. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മ മസാലക്കറി അതിനൊക്കെയാണ് കേട്ടോ കടല വയ്ക്കുക. പുട്ടിന് വയ്ക്കില്ലേ, പുട്ടിന് കടലക്കറി ഉണ്ടാക്കും, അതുപോലെ ചപ്പാത്തിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചോറിനൊന്നും കടലക്കറി വെച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവിടെ ഏട്ടൻ്റെ അവിടെ വന്ന ശേഷമാണ് കേട്ടോ, അത് അമ്മ പഠിപ്പിച്ചാണ്. ഇപ്പോൾ നമ്മൾ കൊള്ളുപുളിയൊക്കെ വെക്കില്ലേ, അതുപോലെയാണ് കേട്ടോ ഈ കടലക്കറിയും വെക്കണത്. കുറച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്, അപ്പോഴേ നമുക്ക് ചോറിന് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മാങ്ങയൊക്കെ ഇടാം കേട്ടോ. കുറച്ച് പുളിപ്പൊക്കെ ഉള്ള മാങ്ങ ഇതിലിട്ടാലില്ലേ സൂപ്പറായിരിക്കും കേട്ടോ. ഇവിടെ നമ്മുടെ മരത്തിൽ മാങ്ങയുണ്ട്, അതാണെങ്കിൽ അധികം പുളിപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തോല് ചെത്തിയിട്ട് മുറിച്ചിടുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് പോലെ അങ്ങനെ കിടക്കും കേട്ടോ, ഉടയൂല, നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ മാങ്ങ വലിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ മാങ്ങ മൊത്തം മാവിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും കാറ്റടിച്ച് വീണാൽ കിട്ടിയാലായി, അതിനെടുത്തിട്ടാണ് ഞാനിപ്പോൾ കറി വയ്ക്കണതും. അന്ന് കുറേ കാറ്റത്ത് വീണില്ലേ, ഇപ്പോൾ കാറ്റ് കമ്മിയായപ്പോൾ മാങ്ങയൊന്നും വീഴുന്നില്ല കേട്ടോ. അങ്ങനെ അപ്പം ഇന്ന് മാങ്ങയൊന്നും ഇല്ല കേട്ടോ ചാറിലിടാൻ. പിന്നെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമുക്കിതിലേക്ക് ഇടാനുണ്ട്. ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ വഴുതനങ്ങ ഉണ്ടെങ്കിൽ വഴുതനങ്ങ ഇടാം കേട്ടോ. പിന്നെ 2 തക്കാളി ഇടണം. പിന്നെ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ആ സംഭവങ്ങളൊക്കെ തന്നെ കേട്ടോ. പിന്നെ വേറെ സ്പെഷ്യലായിട്ടൊന്നും ഇതിൽ ചേർക്കണില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയിടാം കേട്ടോ. തേങ്ങയും പിന്നെ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. തേങ്ങ ഒഴിച്ചില്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ കൊള്ള് അതുപോലെ തന്നെ വെള്ളപ്പയർ, ഈ കടലൊക്കെ ചാറ് വയ്ക്കുമ്പോൾ കുറച്ച് തേങ്ങ ഒഴിച്ചില്ലെങ്കിൽ ഒരുപാട് വെള്ളം പോലെ ഉണ്ടാവും കേട്ടോ കറി. അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങയും പുളിയും രണ്ടും കൂടി മിക്സിയിൽ അരയ്ക്കുകയാണ് കേട്ടോ. പുളി പിഴിഞ്ഞൊഴിച്ചാലും മതി, ഞാൻ അധികം ഇങ്ങനെ മിക്സിയിൽ അരയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒരു എന്താ പറയുക, ചാറ് കുറച്ച് കട്ടിയാവും. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് പുളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചാറിൽ നമ്മൾ മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, തക്കാളിയെല്ലാം. പിന്നെ ഞാൻ കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. മാങ്ങ ഉണ്ടെങ്കിൽ ഇടായിരുന്നു, അപ്പോൾ മാങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാ ചാറൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇത് ചൂടാറിയാൽ കുറച്ച് കട്ടിയാവും കേട്ടോ, അങ്ങനെയാണ്.
പിന്നെ ഞാൻ കടുക് താളിക്കണമല്ലോ, അപ്പോൾ കറിവേപ്പില വലിച്ചു വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഒരു തോട്ടി വേണം കേട്ടോ. ഒത്തിരി ഹൈറ്റിലാണ്, വേപ്പിലയൊക്കെ ഹൈറ്റിലാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടി ഒരു തോട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അങ്ങനെ കുറച്ച് കറിവേപ്പിലയൊക്കെ വലിച്ചിട്ട്, നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പില ആയതുകൊണ്ട് തന്നെ നല്ല മണവും ഗുണവും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് കടുക് വറുക്കണം. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് ഇട്ടു, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടു കേട്ടോ. പിന്നെ അതാ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ. നല്ല വിഷമിരിക്കുന്ന സമയത്ത് ഈ മണം വന്നാലുണ്ടല്ലോ സൂപ്പറായിരിക്കും കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇങ്ങനെ വെളുത്തുള്ളി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചൂടാക്കണ ആ ഒരു മണമില്ലേ, നല്ല മണമായിരിക്കും. അപ്പം ഇങ്ങനത്തെ പുളിങ്കറിക്കൊക്കെ ലാസ്റ്റ് അങ്ങനെ ചെയ്യണം കേട്ടോ. ഇത് കൊള്ളുപ്പുളി, കടല, അതുപോലെ തന്നെ വെള്ളപ്പയർ ചാറ് അതൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ ചാറിന്. അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു, അടുക്കള പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഭയങ്കര ചൂടല്ല, അപ്പം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിശ്രമിക്കാൻ വേണ്ടി ഞാനിത് അവിടെ ഹാളിൽ വന്നിരുന്നു. അപ്പം മോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അപ്പൂസും വന്നിട്ടുണ്ട് കേട്ടോ. അവന് സ്കൂള് ലീവായല്ലോ, അപ്പോൾ അനുചേച്ചിയുടെ അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടി കളിക്കാൻ വേണ്ടി വന്നതാണ്. അവനാണെങ്കിൽ അവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചാൽ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കും കേട്ടോ. മുമ്പൊന്നും വരാറില്ല കേട്ടോ, എത്ര വിളിച്ചാലും വരികയില്ല. ഇപ്പം എന്താണെന്നറിയില്ല, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് കളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അവൻ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നുണ്ട് കേട്ടോ. കളിക്കാൻ എന്തോ ഒരു ഐറ്റം കൊണ്ടുവന്നുണ്ട്. അപ്പം അത് വല്യമ്മയ്ക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. ഒരു സ്ലൈം എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ അവൻ കൊണ്ടുവന്നത്. അതുകൊണ്ട് പല ഷേപ്പുകളൊക്കെ ഉണ്ടാക്കാമല്ലോ, അതാണ് കേട്ടോ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു അപ്പൂസ്. അങ്ങനെ ഒട്ടിക്കി അങ്ങനെ നോക്ക് ഒരെണ്ണുള്ളൂ, അവള് ഒരേ വാങ്ങിച്ചുള്ളൂ. സോപ്പ് പൊടിയുടെ മണം, വിമ്മിന്റെ മണം, അമ്മ വിമ്മിന്റെ മണം നോക്ക്. നീ എന്തൊക്കെ ഉണ്ടാക്കും? ഉണ്ടാക്കും, ടെന്നുണ്ടാക്കും, എന്താ എല്ലാം ഉണ്ടാക്കും. ഉണ്ടാക്കി എന്ത് ടെൻറ്റാ? ടെന്നുണ്ടാക്കി നോക്കട്ടെ. ആദ്യം മണ്ണുണ്ടോ? സൗണ്ട് ഇവിടെ നോക്കിട്ട് പറ, ഇവിടെ നോക്കിട്ട് പറടാ. പണ്ടുണ്ടാക്കി സർക്കിൾ ആയില്ലേ? അപ്പൊ ഇനി 7 ഉണ്ടാക്കി നോക്കട്ടെ. 7 BTS. അപ്പൂസിനെ എല്ലാം അറിയാട്ടോ. അപ്പൂസ് ഗുഡ് ബൈ ആണ്. ഗുഡ് ബൈ. അപ്പൊ ഞാനോ ഗേളല്ല, ഭയം കേട്ടോ. ഭയോ കണ്ണിലേ തിന്നു. നമുക്ക് ഞാൻ ഇവിടുന്ന് വരിക്കാം, അപ്പൂസ് അവിടുന്ന് വരിക്കാം. അപ്പൊ എത്ര വലുതാവുന്നുണ്ട്? ഇവര് ഇന്നലെ പോയത്ര മറൈൻ വേൾഡിലേക്ക്. അമ്മ ഇന്നലെ പോയത്ര ജിഷ്മ. അതല്ല ഞാൻ ഇന്ന് പൂന്ന് വിചാരിച്ചിട്ടാണ് എത്ര വലുതായി നോക്ക്. അവിടെ പിടിച്ച് കൊണ്ടും കൂടെ നോക്കാലോ. അതാ ഒട്ടുന്നില്ല, വീണുകൊണ്ടേ ഇരിക്കണോ? അത്രേ ആവുള്ളൂ തോന്നണോടാ. നൂലുകളായി.
എടുത്തിട്ട് എനിക്ക് വയ്യ. ഞാൻ പറയട്ടെ. പറ, നീ എന്താ പറയാൻ വന്നത്? പറഞ്ഞോ പറഞ്ഞോ. അപ്പൊ ക്യാൻസൽ ആക്കും ആര് വീഡിയോ. വീഡിയോ ക്യാൻസൽ ആക്കോ? ആര്? ഞാന് ചീട്ട്. അത് ഓഫാക്കപ്പോ ക്യാമറ. ക്യാമറ ചേച്ചി ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഓഫാക്കടി. അപ്പൊ അത് ഓഫാക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.